എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ടു പോയി KSRTC ഡ്രൈവർ യദുവിനെ വീട്ടിലിരുത്താൻ താല്പര്യമില്ല എന്ന് നടി റോഷ്ന ആൻഡ്രോയ്. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഈ പരാതിയായിട്ട് റോഷ്ന മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ. ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ. എന്നാ അപരാധോടാ ക്ലീറ്റസ് നിങ്ങൾ കാണിച്ച്. ഞാൻ അന്നും കേസ് കൊടുത്തിട്ടില്ല, ഇന്നും ഞാൻ കേസായിട്ട് പോയിട്ടില്ല. എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം FB പോസ്റ്റിലൂടെ ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്തത്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇപ്പം ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇനി കൊടുക്കുന്നുണ്ടോ അതോ കൊടുത്തോ എന്താണ്? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. ഇല്ല, റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇത് സമ്മതിക്കണം. എന്റെ ആവശ്യം അതാണ്. നടക്കൂല മോളെ, പരിപാടി നടക്കൂല. ഞാൻ നിയമ നടപടികളിലേക്ക് പോവുകയാണെങ്കിലും അദ്ദേഹം വീട്ടിലിരിക്കേണ്ടവർ, അദ്ദേഹം വീട്ടിലിരിക്കരുത്. അദ്ദേഹം ജോലിയിൽ തുടരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം മാന്യത എങ്ങനെ മറ്റുള്ളവരോട് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇനി പഠിക്കും, ഇനി മനസ്സിലാക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുതലേ ഞാൻ പറഞ്ഞു, MBD യോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു യദുവിന് ഓർമ്മയില്ലെന്ന്. MBD എവിടെയാണ്? MBDക്ക് ഓർമ്മയില്ലാതിരിക്കില്ല. ഇതേതോ കൂടിയ ഇനമാണ്. ഷാജിയേട്ടാ, ഇവിടെ അന്നൊരു പരാതിയിലേക്കൊന്നും പോവാത്തത് എന്തായിരുന്നു? അത് ഉത്തരം പറ. എനിക്ക് നല്ല സൈബർ ബുള്ളിങ് ഉണ്ട്, നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ട്. അദ്ദേഹം വീട്ടിലിരിക്കേണ്ടവർ, അദ്ദേഹം വീട്ടിലിരിക്കരുത്. അദ്ദേഹം ജോലിയിൽ തുടരണം. ചതിച്ചോ ദൈവമേ.